ഇതുവരെ കണ്ടെത്തിയ ഇതേ മെത്തേഡിലുള്ള കിണറിന് 2500 വരെ പഴക്കമുണ്ട്. ഇത് പരിശോധിച്ചപ്പോൾ ഒരു ഏകദേശം എബവ് 2000. ചേട്ടന് വീട് എത്ര വർഷമായിട്ടുണ്ടാവും? എന്റെ കാരണന്മാരായിട്ടുള്ള 3 തലമുറ എനിക്കറിയാം. 3 തലമുറയായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ നിൽക്കുന്നത് ഒരു കിണറിനുള്ളിലാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂര് പാർത്ഥ മാഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്താ ഈ കാണുന്നതാണ് ആക്ച്വലി കണിമൺ കിണർ. കളിമണ്ണിന്റെ ഒരു കിണറാണിത്. ഇത് ഏകദേശം 2000 വർഷം പഴക്കം എത്തിയ ഒരു കിണറാണ്. പാർത്ഥ മാഷ്, ഇത് എത്ര വർഷം എന്നവർ പറയുന്നത്? ഇത് ഇതുവരെ കണ്ടെത്തിയ ഇതേ മെത്തേഡിലുള്ള കിണറിന് 2500 വരെ പഴക്കമുണ്ട്. ഇതുവരെ കണ്ടെത്തിയതിൽ ഇത് പരിശോധിച്ചപ്പോൾ ഒരു ഏകദേശം എബവ് 2000 ആണ്. 2000 വർഷത്തിന് മേലെ. ഇത് ചേട്ടൻ എങ്ങനെ കണ്ടെത്തി? ഇവിടെ പറമ്പിൽ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞിട്ടല്ല, ഞാനിവിടെ ഇങ്ങനെ വെടുപ്പാക്കാൻ വേണ്ടി കുഴിച്ചപ്പോഴാണ് ഇതിന്റെ ഇത് സ്ട്രക്ചർ ലേശം കണ്ട് അങ്ങനെ നെറ്റിൽ പരിശോധിച്ചപ്പോൾ ടെറോക്കോട്ട റിംഗ് വെൽ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട കിണറാണെന്ന് മനസ്സിലായി. അപ്പോൾ കിലാടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇതുപോലെ പര്യവേഷണം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കിണറിന് ഏകദേശം 2500 വർഷം പഴക്കമുണ്ട്. ഇതിപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്നില്ലായിരുന്നു? ആർക്കിയോളജിയുടെ കുറേ പേര് വന്നിരുന്നു. സെൻട്രൽ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു വിങ് ഉണ്ട്. അതിൻ്റെ ഡയറക്ടർ അടക്കം വന്നിരുന്നു. അവര് സാമ്പിൾസ് ഒക്കെ പരിശോധിച്ചു. പിന്നെ അവരെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അതിന്റെ റിസൾട്ട് ഏജിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും 2000 പോകും. അത്രേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കിയാൽ മതി. 2000 എബവ്. നോക്കിയേ, ഈ മണ്ണിനടി കിടന്നിട്ട് ഒരു കുഴപ്പമില്ല, ഒരു മെയിൻറ്റെയിൻസ് ഇല്ലെന്ന് ആലോചിക്കണം. ചേട്ടന് വീട് എത്ര വർഷമായിട്ടുണ്ടാവും? എന്റെ കാരണന്മാരായിട്ടുള്ള 3 തലമുറ എനിക്കറിയാം. 3 തലമുറയായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പം ചേട്ടൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. അതായത് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. 2000 വർഷത്തിന് മേലിൽ പഴക്കമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കളിമൺ കിണറിന്റെ കാര്യത്തിൽ വെച്ച് പറഞ്ഞ കാര്യമില്ല. ഇതിന് വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും അല്ലേ? തണുപ്പായിരിക്കും അല്ലേ? ഇവിടെ നമ്മൾ ഇത് വാർത്ത ആയപ്പോഴേ ചാനലിലൊക്കെ വന്നപ്പോ കുറെ കോളേജിലെ ആൾക്കാർ വന്നിരുന്നു. ഇപ്പൊ UC കോളേജില് അവിടെ ആർക്കിയോളജി BSc ഉണ്ട്. അവിടുന്ന് പിള്ളേരും സാറുമാരും ആദ്യം വന്നത്. അപ്പോൾ അവരും ഇതുപോലെ സാമ്പിൾ കൊണ്ടുപോയി. അതേപോലെ ക്രൈസ്റ്റ് കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവർ വന്നിരുന്നു. അവർ മണ്ണിന്റെ ഘടനയൊക്കെ നോക്കി. അപ്പോൾ അന്ന് അവർ കണ്ടെത്തിയത് ഈ അന്നത്തെ ഗ്രൗണ്ട് ലെവൽ ഈ താഴ്ചയിലായിരുന്നു. അപ്പോൾ 2000 വർഷം കൊണ്ട് അത് ഇത്രയും പൊങ്ങി. അതായത് ഏകദേശം എന്റെ ഹൈറ്റ് നോക്കിയേ ഏകദേശം 5.6 അടിയാണ്. അപ്പൊ ഏകദേശം ഒരു 5 അടിക്ക് മേലില് മണ്ണ് വീണു അല്ലേ? അതാ മണ്ണിന്റെ സ്ട്രക്ചർ അവർ കാലാന്തരത്തിൽ സംഭവിച്ചു പോയതാണ്. 2000 വർഷം കൊണ്ട് 5.5 അടി ഭൂമി പൊങ്ങി എന്നാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കണക്ക് മനസ്സിലാക്കുന്നത്. ജിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ പറയുന്ന കണക്കാണ്. ഇതിങ്ങനെയൊക്കെ കുറെ പ്രതിഭാസങ്ങൾ നമ്മുടെ ഭൂമിയുടെ അടിയിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെയൊക്കെ അവിചാരിതമായി കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇത്രയും അതിൽ നിന്ന് കുറെ പഠനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ കാണുന്ന ഈ പറയുന്ന കളിമൺ കിണർ.